താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഷഹവാസിന്റെ തലയോട്ടിക്ക് പൊട്ടലുണ്ട് എന്ന കണ്ടെത്തലാണ് പുതിയ അപ്ഡേറ്റായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വരുന്നത്. വലത് ചെവിയുടെ മുകളിലാണ് തലയോട്ടിയിൽ പൊട്ടൽ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോയി കൊലക്കുറ്റം ചുമത്തപ്പെട്ട 5 വിദ്യാർത്ഥികളെയും കെയർ ഹോമിലേക്ക് മാറ്റും. മറ്റന്നാൾ SSLC പരീക്ഷ ആരംഭിക്കാനിരിക്കുകയാണ്. എന്തായാലും ഇവർക്ക് പരീക്ഷ എഴുതാൻ അവസരവും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. മുഹമ്മദ് ഷഹീദ് ഷഹബാസിന്റെ ആ പൊതുദർശന സ്ഥലത്ത് നിന്നും അതോടൊപ്പം തന്നെ രാഹുൽ KVയും ചേരുന്നുണ്ട്. ഷഹീദിലേക്കാണ്. ഷഹീദ്, ഇപ്പോൾ മൃതദേഹമുള്ളത് വീട്ടിലാണോ? ആർക്കും ഒന്നും മിണ്ടാൻ കഴിയാത്ത തരത്തിൽ ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യമാണ് എന്താണ് മനസ്സിലാക്കുന്നത്? ആർക്കും ഒന്നും മിണ്ടാൻ കഴിയാത്ത തരത്തിൽ, ഒരു പ്രതികരണം പോലും ചോദിക്കാൻ കഴിയാത്ത നിശബ്ദമായ അന്തരീക്ഷമായിരുന്നു നേരത്തെ അവിടെ നമ്മൾ കണ്ടത്. മൃതദേഹം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സതീഷ്, ഷഹബാസിന്റെ മൃതദേഹം വീട്ടിൽ നിന്നും പാലോറക്കുന്നിലെ വീട്ടിൽ നിന്നും ചുങ്കത്ത് ജുമാ മസ്ജിദ് നൂർ താമരശ്ശേരി ചുങ്കത്ത് ആ പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കാരം പൂർത്തിയായി. ഇപ്പോൾ കടവൂർ പള്ളിക്കടുത്തുള്ള മദ്രസയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. താമരശ്ശേരി ടൗണിനോട് ചേർന്ന സ്ഥലം തന്നെയാണ് ഇതൊക്കെ. അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യമുള്ളത്. MJ ഹയർ സെക്കൻഡറി സ്കൂൾ, മുഹമ്മദ് ഷഹബാസ് കഴിഞ്ഞ 3 വർഷക്കാലം ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുഴുവൻ പൂർത്തിയാക്കിയത് MJ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെയുള്ള വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, മറ്റ് സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. അവരൊക്കെ കടവൂർ മദ്രസയിൽ, പള്ളിയോട് ചേർന്നുള്ള മദ്രസയിലാണ് ഉള്ളത്. അവസാനമായി പ്രിയപ്പെട്ട സുഹൃത്തിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവരവിടെ ഉണ്ട്. ഇപ്പോൾ ചുങ്കൻ ജുമാ മസ്ജിദിൽ മയ്യത്ത് നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ്. ഈ താമരശ്ശേരി ഈ സംഘർഷമുണ്ടായ സ്ഥലത്ത് അതിൽ നിന്നും 100-300 മീറ്റർ അധികം വ്യത്യാസമില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മയ്യത്ത് നിസ്കാരം നടക്കുന്ന പള്ളിയൊക്കെ തൊട്ടടുത്ത് വെച്ച് തന്നെയാണ് ഈ സംഘർഷമുണ്ടായത്. അവിടെ വെച്ചാണ് ഗുരുതരമായി സാരമായി ഷഹബാസിനെ പരിക്കേൽക്കുന്നത്, അങ്ങനെ മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ പൊതുദർശനം അല്പസമയത്തിനകം ഈ കടവൂർ മദ്രസയിൽ നടക്കും. അവിടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെല്ലാം MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഡൽ പരീക്ഷ കഴിഞ്ഞ് പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അതിനിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അധ്യാപകരൊക്കെ വലിയ സങ്കടത്തിലും ആശങ്കയിലും വലിയ ദുഃഖത്തിലുമാണ്. നമ്മൾ പാലോറക്കുന്നിലെ ഷഹബാസിന്റെ വീട്ടിൽ പോയ സമയത്തും വീട്ടിലേക്ക് മൃതദേഹം എത്തിയ സമയത്തും മാതാപിതാക്കളും ഉറ്റവരും ഒക്കെ ഇവിടെ അലമുറയിട്ട് കരയുന്ന രംഗം, അലിയിക്കുന്ന രംഗങ്ങളായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ മൃതദേഹം മയ്യത്ത് നിസ്കാരം പൂർത്തിയായ ശേഷം ഇപ്പോൾ പൊതുദർശനത്തിനായി സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇപ്പോൾ കടവൂർ പള്ളിയിലെ മദ്രസയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് പൊതുദർശനം പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും കടവൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടക്കുക. സതീഷ്, മസ്ജിദിന് പുറത്തുള്ള കാഴ്ചകൾ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. മൃതദേഹം ഷഹീദാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിലേക്കൊക്കെ വരുന്ന ഈ പ്രശ്നത്തിന് ശേഷം വീട്ടിലേക്കൊക്കെ വരുന്ന ആ CCTV ദൃശ്യമൊക്കെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അന്നേരം പറയുന്നുണ്ടായിരുന്നു പുറമേ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിനുശേഷമാണ് വീട്ടിൽ നിന്ന് വയ്യാണ്ടാകുന്നു, ആശുപത്രിയിലേക്ക് മാറ്റുന്നു, മരണം സംഭവിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരുമ്പോഴത് ഞെട്ടലോട് കൂടിയാണ് കേൾക്കാൻ പറ്റുന്നത്. ഷഹീദ് ഒരു പക്ഷേ അതും കൂടി പറയും. ഷഹീദ്, പോസ്റ്റ്മോർട്ടത്തിലെ ഓരോ വിവരങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ കൊലപാതകം എന്ന് പറയാം. ആ കുട്ടികളെല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. അതിൽ കൊലപാതകം ചെയ്യണം എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടത്തുന്നു. അതിൽ ആ കുട്ടിക്ക് മർദ്ദനമേൽക്കുന്നു. അതിലാണ് ഇപ്പോൾ കണ്ടെത്തൽ വരുമ്പോൾ തല പൊട്ടിയിരിക്കുകയാണ്. തലയോട്ടി പൊട്ടി അങ്ങനെ മരണം സംഭവിച്ചിരിക്കുകയാണ്. വെറും 10ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന കുട്ടികളാണ്. മറ്റന്നാൾ SSLC പരീക്ഷ തുടങ്ങുകയാണ്. വലത് ചെവിയുടെ മുകളിലാണ് തലയോട്ടി പൊട്ടിയത് എന്നാണ് ഈ പ്രാഥമിക വിവരങ്ങളിൽ ഉള്ളത്. നേരത്തെ ഈ നഞ്ചക്ക് ഉപയോഗിച്ചു ആക്രമിച്ചു എന്ന പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഷഹീദ്, സ്ഥിരീകരിക്കുന്നുണ്ടോ എന്തായുധമാണ്? പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കുട്ടികളുടെ കയ്യിൽ നഞ്ചക്കുണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടുള്ള മർദ്ദനമാണ് ഷഹബാസിനെ ഏറ്റത്, അതുകൊണ്ട് ഷഹബാസിനെ മർദ്ദിച്ചു എന്നുള്ളത് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ഏറെക്കുറെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ഇടത് ചെവിയുടെ മുകൾ ഭാഗത്ത് തലയോട്ടിക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. തലയോട്ടിക്ക് ക്ഷതമേറ്റു, തലച്ചോറിന് ക്ഷതമേറ്റു. രക്തസ്രാവം അല്ലെങ്കിൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് ഗുരുതരമായ സാരമായ പരിക്കാണ്. അതാണ് മരണകാരണമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് തലയോട്ടി പൊട്ടുന്ന രീതിയിലുള്ള ഒരു ഉപകരണം, അത് സാധാരണഗതിയിൽ കൈകൊണ്ടുള്ള അടികൊണ്ടൊന്നും അങ്ങനെ തലയോട്ടിക്കും തലച്ചോറിനും ക്ഷതമേൽക്കുന്ന സാഹചര്യം ഉണ്ടാവാറില്ല. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളാണ്. അത്തരം അങ്ങനെ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നെഞ്ചക്കുൾപ്പെടെ പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വസ്തുതകൾ ഏറെ ഞെട്ടലുണ്ടാക്കുന്നത് തന്നെയാണ്. ദാരുണമായ മരണത്തിലേക്ക് നയിച്ചതിന്റെ അതിന്റെ അടിയുടെ ആഘാതത്തിന്റെ കാരണങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും അത് വിദ്യാർത്ഥികൾ എന്ത് സാഹചര്യത്തിലാണ്, അതാണ് ഇപ്പോൾ ഏറ്റവും അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യം.
തങ്ങളുടെ സഹപാഠി അല്ലെങ്കിൽ ഒരേ 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 വയസ്സ് പങ്കിടുന്ന അല്ലെങ്കിൽ ഒരേ ക്ലാസ് ഇരിക്കുന്ന വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരാണെങ്കിൽ കൂടി അവനെ സുഹൃത്തിനെ അല്ലെങ്കിൽ സുഹൃത്താകേണ്ട ഒരാളെ എങ്ങനെ കൊലപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായി, എന്ത് കാരണത്തിന് പേരിൽ അങ്ങനെ കൊലപാതകം നടത്തി എന്നുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. അതിലേറെ ആശങ്കയുണ്ടാക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഈ ഓഡിയോ, ഈ ഇൻസ്റ്റഗ്രാം ശബ്ദ സന്ദേശങ്ങൾ. അതായത് ഈ സംഭവം നടന്ന ശേഷം പോലും അവനെ വീണ്ടും പകതീരാതെയുള്ള അത്തരത്തിലുള്ള വലിയ ഘോഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഷഹബാസിനെ പരിക്കേറ്റതൊന്നും പ്രശ്നമല്ല, അല്ലെങ്കിൽ പരിക്കേൽക്കുകയല്ല, അവനെ കൊലപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് തുടങ്ങുന്നതിലുള്ള തരത്തിലുള്ള ഈ ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കേസിൽ നിന്നും ഈ കൂട്ടമായ സംഘം ചേർത്തുള്ള കൂട്ടയടിയായതുകൊണ്ട് കേസിലൊന്നും പെടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങനെ നിരവധിയായ വളരെ അത്ഭുതകരമായി അതിന് സംഘത്തലവരെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മെസ്സേജ് ചെയ്യുന്ന ആൾ പറയുന്നുണ്ട്, ആ കുട്ടി പറയുന്നുണ്ട്, ഈ ആക്രമണം അതൊരു ആൾക്കൂട്ട ആക്രമണം എന്ന നിലയിൽ, ഒരുപാട് പേരുള്ള ഒരു ആക്രമണം എന്ന നിലയിൽ അങ്ങനെ ഒരു മരണമൊക്കെ സംഭവിച്ചാൽ ഒരാൾ മരിച്ചുപോയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല അല്ല, നമ്മൾക്കെതിരെ അങ്ങനെ കേസൊന്നും എടുക്കില്ലല്ലോ. വലിയ ആത്മവിശ്വാസമാണ്, നിസ്സാരമായിട്ടാണ് കുട്ടികൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അത്രത്തോളം ഗൗരവത്തിൽ ചിന്തിക്കാൻ കഴിയുന്നു, അത്രത്തോളം ക്രിമിനൽ മൈൻഡിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. അതിൻ്റെ നടുക്കം ആ പ്രദേശത്ത് ഉണ്ടാക്കിയിരിക്കുന്ന അലയൊലികൾ എങ്ങനെയാണ്? കാരണം ഈ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഒക്കെ ഏറെക്കുറെ ഒരേ പ്രദേശത്ത് ഒരേ ദേശത്തുള്ള ആളുകളാണല്ലോ. തീർച്ചയായും രതീഷ്, അത് തന്നെയാണ് ഏറ്റവും ഗൗരവത്തിൽ എല്ലാവരും ആശങ്കയോടുകൂടി കാണുന്നത്. വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ അസ്വാരസ്യങ്ങളും തർക്കങ്ങളും ചെറിയ ചെറിയ അടിപിടികൾ വരെ പലപ്പോഴുമായി ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള മാരകമായ രീതിയിൽ മർദ്ദിച്ച് തലയൊട്ടിക്ക് പരിക്കേൽപ്പിച്ച് മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം എങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യമാണ് വളരെ ഏറ്റവും ആശങ്കയായി ഗൗരവത്തോടുകൂടി ഉയരുന്ന ഒരു സാഹചര്യം. നമ്മളിപ്പോൾ കടവൂർ ഹയർ സെക്കൻഡറി നവീനുല്ലും ഹയർ സെക്കൻഡറി മദ്രസയിലേക്ക് എത്തിയിട്ടുണ്ട്. എവിടെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഉള്ളത്, അവിടെയാണ് മൃതദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെയാണ് നൂറുകണക്കിന് ആളുകൾ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഷഹബാസിനെ മൃതദേഹം അവസാനമായി കാണാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ ഇവിടെയാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. വിദ്യാർത്ഥികളും അവന്റെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവിടെയുണ്ട്. എല്ലാവരും ഈ മുൻകാലങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് പലപ്പോഴും സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും പറഞ്ഞു തീർക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അധ്യാപകരും രക്ഷിതാക്കളും ഇടപെട്ട് നാട്ടുകാരിടപെട്ടൊക്കെ പറഞ്ഞു തീർക്കാറുണ്ട്. പക്ഷേ ഈ സംഘർഷങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഉപകരണം കൊണ്ടുവന്ന്, ആയുധം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള മാരകമായി കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കുട്ടികളുടെ മാനസികാവസ്ഥ വളർന്നോ എന്നുള്ളൊരു ചോദ്യമാണ് സമൂഹം, ഈ നാട്ടിലും രക്ഷിതാക്കളും അധ്യാപകരും സമൂഹം ഒന്നടങ്കെ ഉറക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. ഈ കുട്ടികളിൽ എങ്ങനെ ഇത്തരം ക്രിമിനൽ ഒരു സാഹചര്യത്തിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് കുട്ടികളുടെ മനസ്സ് മാറി എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പോലും കുട്ടികൾക്ക് അതിൽ കൃത്യമായ രീതിയിലൊരു മനസ്താപം ഉണ്ടാകുന്നതിന് പകരം അതിനെ പിന്നെ ഹീറോയിസമായി കണക്കാക്കുകയും വെല്ലുവിളിക്കുകയും അവനെ കൊല്ലുകയാണ് തന്റെ ലക്ഷ്യമെന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കുട്ടികളുടെ മാനസികാവസ്ഥ മാറിയത് എങ്ങനെ എന്നുള്ള വലിയ ആശങ്കപ്പെടുത്തുന്ന ചോദ്യം തന്നെയാണ് നാട്ടുകാർക്ക് മുമ്പിലുള്ളത്, അധ്യാപകർക്ക് മുമ്പിലുള്ളത്, രക്ഷിതാക്കൾക്ക് മുമ്പിലും ഉള്ളത്. കാരണം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ പഠനത്തിന് വേണ്ടി സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരവധിയായ കുട്ടികൾ സ്കൂളിലുണ്ട്. ഈ പ്രദേശത്ത് എന്റെ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് വെച്ചാൽ 10-12 ഡിവിഷനുകളുണ്ട്. SSLC ഓരോ ഡിവിഷനിലും 60-ലധികം വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കലാലയമാണ്. അവിടെ മുൻപും സമാനമായ രീതിയിലുള്ള അല്ലെങ്കിൽ പോലും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കുട്ടികൾക്കെതിരെ നടപടിയെടുക്കുകയും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി മുന്നറിയിപ്പും വാണിംഗും ഒക്കെ നൽകി അത് പരിഹരിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് അതിനെല്ലാം ഉപരിയായ ഒരു സംഭവം ആരും സ്വപ്നത്തിൽ പോലും വിദൂരമായ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാത്തൊരു കാര്യം, വിദൂരമായ സ്വപ്നത്തിൽ പോലും ദുസ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒന്നാണ് 10ാം ക്ലാസ്സിലെ കുട്ടികൾ സംഘം ചേർന്ന് സഹപാഠിയെ അടിച്ചു കൊല്ലുക. അതും ഒരു ഒരു ഏറ്റുമുട്ടലിന്റെ ഭാഗമായി അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സംഘർഷത്തിനിടയിൽ പരിക്കുപറ്റി മരിക്കുന്നതല്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ഇൻസ്റ്റയിൽ ചർച്ച നടക്കുന്നു, കൊല്ലുന്നതിനെ പറ്റി വരെ അതിൽ ആലോചനകൾ നടക്കുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ, അങ്ങനെ ഒരു അക്രമം ഉണ്ടായി കൊല്ലപ്പെട്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വളരെ നിസ്സാരമായി ചർച്ച ചെയ്യുന്നു. അതിനുശേഷം പ്ലാൻ ചെയ്തത് അനുസരിച്ചുള്ള പദ്ധതി നടപ്പാക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ജീവൻ നഷ്ടമാകുന്നു. നമ്മുടെ ദുസ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തതാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഷഹബാസിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി മദ്രസയിൽ എത്തിച്ചിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.